എന്ന് വെച്ച് കഴിഞ്ഞാൽ കാപട്യം എന്നാണ് മലയാളത്തിൽ അതിൻ്റെ അർത്ഥം. ഈ ലോകത്തിലെല്ലാവരും ഹിപ്പോക്രസി എന്താ നിനക്കറിഞ്ഞൂടെ? ഇപ്പം നമ്മൾ പറയുന്നതല്ല നമ്മൾ പ്രവർത്തിക്കുന്നത്, അതാണ് ഹിപ്പോക്രസി. ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെല്ലാം ഹിപ്പോക്രറ്റ്സ് ആണല്ലേ. ഇപ്പോൾ ഇലക്ഷൻ്റെ സമയത്ത് നമ്മളൊന്ന് സംസാരിക്കുന്ന വിഷയങ്ങളെല്ലാം ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഹിപ്പോക്രറ്റ്സ് ഇല്ലാത്ത മനുഷ്യന്മാരില്ല, എല്ലാവരും ഹിപ്പോക്രറ്റ്സാണ്. ഓക്കെ, അപ്പോൾ പണ്ട് എപ്പോഴോ പറഞ്ഞൊരു കാര്യം, അത് അച്ഛനോട് ലാൽ സാറ് ഒരു വളരെ പേഴ്സണലായിട്ട് പറഞ്ഞൊരു കാര്യം, അത് വർഷങ്ങൾക്കപ്പുറം വന്നിട്ട് അത് പ്രത്യേകിച്ച് അവർക്കിടയിൽ ഒരു സൗഹൃദത്തിലൊരു വിള്ളൽ സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം ആഫ്റ്റർ സരോജ് കുമാർ. അപ്പോൾ അത് വർഷങ്ങൾക്കപ്പുറം വന്നിട്ട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന സമയത്ത് ഇത് പറഞ്ഞ ആൾക്കും അല്ലെങ്കിൽ ഇത് കേട്ട ലാൽ സാറിനേക്കാളും വിഷമം നമ്മളെപ്പോലത്തെ ആവറേജ് മലയാളികൾക്കാണ്. കാരണം ഇവരുടെ സൗഹൃദം അറിയുന്നതുകൊണ്ടും ഇവരിപ്പോഴും ഇങ്ങനെ അല്ലെങ്കിൽ അച്ഛൻ ഇപ്പോഴും ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടോ, അഡ്രസ്സ് ചെയ്യേണ്ട കാര്യം എന്താണെന്നുള്ളത്. പ്രത്യേകിച്ച് ഒരു സുഹൃത്തിനോട് വളരെ പേഴ്സണലായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, ഈ വയസ്സാകാലത്ത് പുള്ളിക്ക് ഇങ്ങനെ കാര്യമുണ്ടോയെന്ന് ചോദിച്ചു. അത് അന്നത്തെ ലാൽ സാറിൻ്റെ ഏജ് അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് പറയേണ്ട യാതൊരു ആവശ്യമില്ല എന്ന് ഇത് കണ്ടപ്പോൾ അല്ലെങ്കിൽ കേട്ടപ്പോൾ എനിക്ക് തോന്നി. അതോടൊപ്പം തന്നെ എൻ്റെ പ്രശ്നം അതൊന്നുമല്ല, അന്നത്തെ എൻ്റെ ദിവസം പോയി അത് അച്ഛൻ കാരണമാണ് പോയത്, അതിൽ യാതൊരു മാറ്റമില്ല.